നമ്മളിതേപോലെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ പാനൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഏലക്ക, ട്യൂട്ടി ഫ്രൂട്ടി, തേങ്ങ, അതേപോലെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആ തേങ്ങയ്ക്കകത്തിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം എങ്കിൽ ഇതിൽ ഈ നട്ട്സുകൾ ആണേലും ഇട്ട് കൊടുക്കുക. പിന്നെ പിസ്തയാണേലും ഏതാണേലും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ സാൻഡ്വിച്ച് മേക്കറില്ലേ, അപ്പോൾ അതിനകത്ത് ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യിട്ടിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അടുത്തൊരു ബ്രെഡും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. സാൻഡ്വിച്ച് മേക്കർ ഇല്ലാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതിലും ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടോ, നല്ല പ്രസ്സായിട്ട് തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് നമ്മുടെ എല്ലാ വീട്ടിലും കാണുമല്ലോ ഇടികല്ല്, അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ടോ. ഇനി നമുക്ക് നെയ്യിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അടുത്തതും വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും മതി. ഇതേപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫില്ലിങ് അതിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ തേങ്ങയും പഞ്ചസാരയ്ക്കും ശേഷം നമുക്ക് എന്ത് വേണേലും അതിനകത്ത് ചേർത്ത് കൊടുക്കാം, നട്ട്സുകളൊക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബ്രെഡും കൂടെ മുകളിൽ വെച്ചിട്ടൊരു പ്ലേറ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇടികല്ല് പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല പ്രസ്സായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം കുട്ടികളാണെങ്കിലും ചോദിച്ച് മേടിച്ച് കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് ഇതിന്. പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ നെയ്യിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വീണ്ടും തട്ടെടുത്ത് വെച്ച് കൊടുത്തിട്ട് കല്ല് വെച്ച് കൊടുക്കുക. നല്ല പ്രസ്സായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ഒരു സ്വീറ്റാണിത്. ഉണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല പ്രസ്സായിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി ഞാൻ അത് മുറിച്ചൊന്ന് കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ സ്വീറ്റ് സാൻഡ്വിച്ച് അടിപൊളിയാണ്. ഇപ്പോൾ പിച്ചുമ്പം തന്നെ അറിയാം. കണ്ടോ, അകത്ത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.